അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ മാംഗോ വെച്ചിട്ട് ഒരു മാംഗോ ലഡു ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നെയ്യിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത് റവയാണ്. റവ നന്നായിട്ട് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. നമുക്ക് മാംഗോ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? മാംഗോയുടെ പൾപ്പ് വേണം. അങ്ങനെ മാംഗോയുടെ പൾപ്പ് എടുത്ത് നന്നായിട്ട് നമുക്ക് പാനിലിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മിൽക്ക് ചേർക്കണം. മിൽക്ക് ചേർത്തതിന് ശേഷം അതും നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റവ വറുത്തതും നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുന്തിരിങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലഡു എന്ന് പറയുമ്പോൾ തന്നെ നെയ്യിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നെയ്യ് അതിൽ കുറച്ച് അധികമായിട്ടുണ്ടാകുമ്പം പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൽ വെള്ളം ഒഴിവാകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഇത് നന്നായിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കണം. ഒരുപാട് തരത്തിൽ ലഡു ഉണ്ടെങ്കിലും ഈ മാംഗോ ലഡു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ തയ്യാറാക്കിയൊരു ഡിഷാണ്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഗീ ലഡു ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. മാംഗോൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറേ കിട്ടുന്നുള്ളൂ, പക്ഷെ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയ്ക്ക് വീഡിയോ. ബൈ.